ഇസ്രായേലിന്റെ അധിനിവേശ സൈനികരെ നാട്ടുകാർ ചേർന്ന് ആട്ടിയോടിച്ച കഥയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. 6 ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു എന്ന് മാത്രമല്ല 3 ആളുകളുടെ നില ഗുരുതരമാണ് എന്ന് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഭയന്നോടിയ ഇസ്രായേൽ സൈനികർ അവരുടെ കവചിത വാഹനങ്ങൾ പോലും അവിടെ ഉപേക്ഷിച്ചിടുകയായിരുന്നു. സിറിയയിലെ ഡമസ്കസിൽ നിന്നും 40 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു ഗ്രാമമാണ് ബൈത്ത് ജിൻ എന്നറിയപ്പെടുന്നത്. ഇതാണ് ഡമസ്കസ്. ഡമസ്കസിൽ നിന്നും ഈ ഹൈന എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിന്റെ തൊട്ടുപുറത്തുള്ള ഒരു ഗ്രാമമാണ് ബൈത്ത് ജിൻ എന്നറിയപ്പെടുന്നത്. ഈ ഭാഗമാണ്. ഇതാണ് അധിനിവേശ ഇസ്രായേലിന്റെ ഗോലാൻ കുന്നുകളും സിറിയയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഭാഗം. അതിർത്തിയോട് തൊട്ടടുത്ത ഭാഗമാണ് ഈ ഗ്രാമം. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഭീകരപ്രവർത്തനം ലക്ഷ്യമിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരോപിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു പ്രത്യേക പെട്രോളിംഗ് സംഘമായിരുന്നു ബൈത്ത് ജിൻ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലെത്തിയത്. ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവേശനത്തെ ഗ്രാമവാസികളും പ്രാദേശിക പോരാളികളും ശക്തമായി ചെറുക്കുകയായിരുന്നു. ഇതോടെ മണിക്കൂറുകളോളം നീണ്ട കനത്ത ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചു. പോരാട്ടം കടുത്തതോടെ ഇസ്രായേൽ സൈന്യം ഭയന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരായി. പിൻവാങ്ങലിനിടെ സാങ്കേതിക തകരാർ സംഭവിച്ച ഒരു കവചിത വാഹനം സൈനികർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. തെളിവുകൾ നശിപ്പിക്കുന്നതിനായി പിന്നീട് ഇസ്രായേൽ വ്യോമസേന തന്നെ ഈ വാഹനം ബോംബിട്ട് തകർക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 6 ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. എന്നാൽ ഇസ്രായേലി മാധ്യമങ്ങളുടെ ആദ്യ റിപ്പോർട്ടുകളിൽ പരിക്കേറ്റവരുടെ എണ്ണം 13 വരെയാണെന്നും നിരവധി സൈനികർ ഭയന്നോടിയതായും സൂചിപ്പിച്ചിരുന്നു. പരിക്കേറ്റ സൈനികരെ ഒഴിപ്പിക്കാൻ ഇസ്രായേലി ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വന്നത് ഈ ഓപ്പറേഷന്റെ അസാധാരണത്വം വർദ്ധിപ്പിക്കുകയാണ്. സൈനിക ഓപ്പറേഷന് ശേഷവും തങ്ങളുടെ സൈനികർക്ക് നേരിട്ട തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സൈന്യം ബൈത്ത് ജിൻ ഗ്രാമത്തിനു നേരെ കനത്ത ഷെല്ലാക്രമണം നടത്തി. ഈ ആക്രമണങ്ങളിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 13 സിറിയൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായി സിറിയൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 24-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 20ഓളം വീടുകൾ തകരുകയും ചെയ്തു. ഈ കനത്ത ആക്രമണത്തെ തുടർന്ന് ബൈത്ത് ജിൻ ഗ്രാമത്തിൽ നിന്ന് ഡസൻ കണക്കിന് കുടുംബങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. സിറിയൻ ഗവൺമെന്റ് ഇതിനോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. സാധാരണ പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള ഈ നടപടിയെ സിറിയൻ വിദേശകാര്യ മന്ത്രാലയം യുദ്ധക്കുറ്റം വാർ ക്രൈം എന്ന് വിശേഷിപ്പിക്കുകയും അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രായേലും സിറിയയും തമ്മിലുള്ള അതിർത്തി മേഖലകളിൽ നിലനിൽക്കുന്ന സംഘർഷം രൂക്ഷമാകുന്ന സംഭവമാണ് ബൈത്ത് ജിന്നിൽ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ പതിവ് വ്യോമാക്രമണങ്ങൾക്കപ്പുറം ആദ്യമായി നേരിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഏറ്റുമുട്ടൽ ഉണ്ടായതും സൈനികർക്ക് കനത്ത തിരിച്ചടി നേരിട്ടതും ഈ മേഖലയിലെ തന്ത്രപരമായ സമവാക്യങ്ങൾ മാറ്റി എഴുതാൻ സാധ്യതയുണ്ട്.